കണ്ണപ്പ ഇത് എന്തുട്ടാപ്പ. മലയാളത്തിന് സ്വന്തം മോഹൻലാൽ, ബോളിവുഡിന്റെ സ്വന്തം ഖിലാഡി അക്ഷയ് കുമാർ, തെലുങ്കിന്റെ സ്വന്തം റെബൽ സ്റ്റാർ പ്രഭാസ്, തമിഴിൽ നിന്ന് നമ്മുടെ ശരത് കുമാർ, പിന്നെ വിഷ്ണു മഞ്ജുവിന്റെ അച്ഛൻ, അങ്ങനെ വേണ്ട വിഷ്ണു മഞ്ജുവിന്റെ മൊത്തം കുടുംബക്കാരും തറവാട്ടുകാരും എല്ലാരും വന്ന് അഭിനയിച്ച പാൻ ഇന്ത്യൻ അവരാധ പടം നമ്മുടെ കണ്ണപ്പ കണ്ട് വന്ന് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താ പറയാ, കണ്ണപ്പനെ കുറിച്ച് ആദ്യം എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇതൊക്കെ പടച്ചു വിടുന്ന കടവുളക്ക് 10-0, അല്ലെങ്കിൽ പടച്ച വിട്ടവനൊക്കെ നേരിട്ട് കാണണം. ചോദിക്കായിരുന്നു, കുത്തിനെ പിടിച്ച് ചോദിക്കായിരുന്നു, നിനക്ക് എന്തിന്റെ കുറവാണോ? നിനക്കൊക്കെ കാശിന്റെ കുന്തിലിപ്പാണോ, അല്ല കാശിന്റെ വേറെ വല്ല അസുഖങ്ങൾ ഉണ്ടോ ഈ കാശ് ചെലവാക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കട്ടെ, എന്നെ പോലുള്ള റിവ്യൂസിനൊക്കെ കൊടുക്ക്, അല്ല അനാഥാരത്തിലും കൊണ്ടിടുക, അതിനൊക്കെ പുണ്യം കിട്ടും. വെറുതെ എന്തിനാണ്? അല്ല, ഇത് ചോദിക്കാനുള്ളത് വിഷ്ണു മഞ്ജുവിന്റെ അച്ഛൻ തന്നെയാണ്. മൂപ്പരെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ലാലേട്ടന്റെ ബെഡ ദോസ്തൊക്കെയാണ്. എന്തായാലും സ്വന്തം മകനെ ഒന്ന് കരക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 മക്കളുണ്ട്, 2 ആമക്കളാണെന്ന് തോന്നുന്നു. ഒരാള് വലിയ പണ്ടേ ഉണ്ട്, പക്ഷെ ക്ലച്ച് പിടിച്ചില്ല. രണ്ടാമത്തെ ആള് ഒന്ന് ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഹുബലി ഒന്ന് പയറ്റി നോക്കിയതാണ് മൂപ്പര്. ഏതായാലും മൂപ്പർക്ക് അറിയാവുന്ന കോണ്ടാക്ട്സിലുള്ള എല്ലായിടത്തേക്കും പോയി മലയാളത്തിലേക്ക് വന്ന് ലാലേട്ടോട് പറഞ്ഞു, ലാല ഇങ്ങനെ ഒരു പടം പിടിക്കുന്നുണ്ട്, നീ ഒന്ന് പറഞ്ഞ് അഭിനയിച്ച് തരണം. ലാലേട്ട പറഞ്ഞു, ഓക്കെ പിന്നെ ഞാൻ പൈസ ഒന്നും മേടിക്കണ്ട, അഭിനയിച്ച് തരാം, 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അങ്ങനെ ലാലേട്ട സമ്മതിച്ചു. പ്രഭാസിനെ അങ്ങോട്ട് ചാക്കിട്ട് അങ്ങ് പിടിച്ച്, ബോളിവുഡിൽ നിന്ന് അക്ഷയ് കുമാറിനെ അങ്ങോട്ട് പിടിച്ച്, പിന്നെ ശരത് കുമാറും, പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്, പിന്നെ ഇവരെ സ്വന്തക്കാരന്റെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാരും കൂടി ഒന്ന് ചാക്കിട്ട് പിടിച്ച് എല്ലാ ഇൻഡസ്ട്രിയിലും ഒന്ന് പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇറങ്ങി തിരിച്ചുണ്ടാക്കിയ പടമാണ് എൻ്റെ മോനെ. ഇങ്ങനത്തെ ഒരു കാട്ടവരാധ പടം, അതാണ് ഗുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ ഗുണ്ട്, അജാതി ഒരു യമണ്ടം ഗുണ്ടാണ് ഇന്ന് രാവിലെ പൊട്ടിച്ചു തുടങ്ങിയത്. അത് എത്ര നേരം പൊട്ടുന്നൊന്നും അറിയില്ല. അജാതി ഒരു പടം ഗൈസ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ ഓൾ പാൻ ഇന്ത്യൻ ലെവൽ എല്ലാവർക്കും ആൾക്കാർ പറഞ്ഞതാണ് ഇത് എന്തു സംഭവമാണെന്ന്. അതായത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മളെ സീരിയൽ, നമ്മളെ മഹാഭാരതം, കൈലാസനാഥൻ, അതേപോലെ ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ പണ്ടത്തെല്ലാം ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതിനിടക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ 2020s ഇറങ്ങിയ ഹിന്ദിയിലൊക്കെ ചെയ്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന്റെ ഒരു 4K വേർഷൻ ആണ്. അത് ക്ലാരിറ്റി കുറച്ചൊന്ന് കൂട്ടിയിട്ട് അതിന്റെ ഒരു 4K വേർഷൻ ആണ് ഈ കണ്ണപ്പ. എനിക്ക് തോന്നുന്നു സീരിയലാണ് കുറച്ചും കൂടി ബെറ്റർ. ഇതിനേക്കാളും നല്ല ടെക്നോളജി കാണാൻ പറ്റുന്നുണ്ട്, VFXും CG വർക്കും. അറ്റ്ലീസ്റ്റ് ആ മേക്കപ്പ് എങ്കിലും, അറ്റ്ലീസ്റ്റ് അവർക്കുള്ളൊരു മേക്കപ്പ് അറ്റേറക്കില്ല, അതെങ്കിലും കുറച്ച് നന്നായിട്ടൊന്ന് പിടിക്കാൻ പറ്റൂലേ? അതും കൂടി ഇത്രയും ഒരുമാതിരി ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അതൊക്കെ കുറച്ച് കാണാൻ പറ്റുന്ന കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ന്യൂസിലാൻഡിൽ നിന്നൊക്കെ, ഇന്ത്യയിൽ നിന്ന് എവിടെയും സ്ഥലമില്ലാണ്ട് ന്യൂസിലാൻഡിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്ത് 200 കോടിയുടെ ഐറ്റാണ് ഈ പടച്ചു വിട്ടിരിക്കുന്നത്. 200 കോടിക്ക് എന്തൊക്കെ ചെയ്യാം? 200 കോടിക്ക് 200 കോടിക്ക് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ സിനിമയിൽ? ആ പ്രഭാസും ലാലേട്ടനും പൈസ കൊടുക്കാതെ വന്ന് അഭിനയിച്ച് പോയതാണ്. കില്ലാടിക്ക് ഒരു 5 കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എവിടെ കൊണ്ടുപോയി? എന്താണ് അവസ്ഥ? ഒരു CG വർക്ക് കാണാനില്ല, ഒരു VFXോ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ലോ ക്വാളിറ്റി. ഇതൊക്കെ അല്ലാതെ ഇടുന്ന പിള്ളേർ പിടിക്കും ഇതിനെക്കാളും നന്നായിട്ട്. അല്ലെങ്കിൽ സീരിയലാണ് ഇത്, ഒരു മെഗാ സീരിയൽ. കുറെ ഐറ്റം, കുറെ ആൾക്കാർ, കുറെ പ്രച്ഛന്ന വേഷധാരികളായിട്ട് കുറെ ആൾക്കാർ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ബാലെ ഡയലോഗ്. ഇനിയിപ്പോൾ അത് മലയാളത്തിലെ ഡബിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല, പക്ഷേ ഈവൻ ഡയലോഗിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ആവുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ സ്ലോ എന്ന് പറഞ്ഞാൽ അജാതി സ്ലോ ആണ്, വെറുപ്പിക്കൽ. ഓരോ ആൾക്കാർ നമ്മൾ ഞാൻ ആരാണ് ഫസ്റ്റ് വെറുപ്പിക്കുക എന്നായിരുന്നു മത്സരം. എൻ്റെ മോനെ കണ്ണെടുക്കാൻ തോന്നില്ല നമുക്ക്, അജാതി വെറുപ്പിക്കലാണ്. പിന്നെ നമ്മൾ കോകണ്ണം പറയുന്ന പോലെ ഇതൊരു മലങ്കൾട്ട് സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അതിൽ എൻജോയ്മെന്റ് ഇങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആകെ 4-3-7 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സിനിമ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ലാലേട്ടൻ കാണാൻ പോയതാണ്, അത് പറയാം, ലാലേട്ടൻ കാണാൻ പോയതാണ്. പ്രഭാസിനൊന്ന് കാണാൻ, ലാലേട്ടനൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ ഓരോ അവരാധങ്ങൾ വന്നിങ്ങനെ വെറുപ്പിച്ച് ആ നമ്മളെ നരസിംഹത്തിലെ ആ നടിയുണ്ടല്ലോ, ഐശ്വര്യൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒരു വേറൊരു നടിയുണ്ട്. അവരൊക്കെ
എന്റെ മോനെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വെറുപ്പീര് സിനിമ. ഇത് എടുത്തു വെച്ചിരിക്കുന്നത് കങ്കുവയുണ്ട്, കങ്കുവ കാണാൻ പറ്റും. പിന്നെ ബാഹുബലി ഓരോ സീൻ ബൈ സീനൊക്കെ നമുക്ക് ഇങ്ങനെ അടുത്ത് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടിയിട്ട് ഒന്ന് അവിടുന്ന് പറക്കി ഇവിടുന്ന് പെറുക്കി ഒന്ന് ഒതുക്കി എടുത്ത് നല്ല തട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതായിരുന്നു. ആക്ച്വലി ഇതിന്റെ ഒരു കണ്ടന്റ്, ഇത് ഏതോ ഒരു നോവലിന്റെ ആസ്പദമാക്കിയിട്ട് ഒരു കണ്ണപ്പ എന്ന് പറഞ്ഞ ഒരു സംഭവമാണിത്. ആക്ച്വലി നോവലിന്റെ ആസ്പദമായിട്ടാണ്, അങ്ങനത്തെ ഒരു നോവൽ ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ആ നോവല് പറഞ്ഞിട്ട് ഐ മീൻ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് കണ്ണപ്പനെ കുറിച്ചിട്ടും കണ്ണപ്പ എന്ന ശിവഭക്തനാകുന്ന ഒരു പോരാളി. അപ്പൊ അദ്ദേഹത്തിന് ആ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നല്ലൊരു ഐറ്റം വരുമായിരുന്നു. ഇവരിത് അങ്ങനത്തെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ട് ഇവരിത് എന്തൊട്ട് കാണിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. എന്നിട്ട് വന്ന് പറയാം തുടരും കേരളത്തിൽ കളക്ട് ചെയ്തതിനേക്കാളും 1 രൂപ അധികം കിട്ടണമെന്ന്. ഇത് 1 രൂപയെങ്കിലും കിട്ടിയാലായി, അത്രേ ഉള്ളൂ. സംവിധാനം തിരക്കഥാകൃത്തരൊക്കെ കയ്യിൽ കിട്ടണം. അവനോട് അടിച്ചവന്റെ എന്തുട്ടാണ് പരിപാടി. ഇനി ഇതിലെ മെയിൻ അവതാരങ്ങൾ നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാവും ആരൊക്കെയാണ് എന്തൊക്കെയാണ്. ആദ്യത്തെ കില്ലാടി അക്ഷയ് കുമാർ ഒരു 5 കോടി രൂപ മേടിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇരുന്നാൽ മതി. വെറുതെ ഇരിക്കുക ചിരിക്കുക ആ ഒരു സംഭവമായിരുന്നു. വേറെ കാണിക്കാനൊന്നുമില്ല. ഇടക്കൊന്ന് എണീക്കുന്നുണ്ട്. അതിന് 5 കോടി രൂപ മറ്റാണ് മൂപ്പര് മേടിച്ചത്. പിന്നെ പ്രഭാസണ്ണനും നമ്മുടെ ലാലേട്ടനും എനിക്ക് തോന്നുന്നു ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് മനസ്സിലായിട്ടുണ്ട്. ഇത് എന്തായാലും എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് പൈസ ഒന്നും അവര് മേടിച്ചില്ല. 5 പൈസ മേടിക്കാണ്ടാണ് വന്ന് അഭിനയിച്ചത്. അത് ബന്ധങ്ങളുടെ പുറത്ത് വന്ന് ചെയ്തു എന്നത് മാത്രമാണ്. 5 മിനിറ്റ് ലാലേട്ടനൊക്കെ 5 മിനിറ്റ് മാത്രമേ സ്പേസ് ഉള്ളൂ. കൂടുതൽ ഉണ്ടാവാത്തത് ഭാഗ്യം ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് ഇത്ര മതി ലാലേട്ട മതി എന്ന് നമ്മൾ പറയാൻ തോന്നും. ബിക്കോസ് ഇത് പിന്നെ ആര് വന്ന് അഭിനയിച്ചാലും ഇനിയിപ്പോ ലോകോത്തര എന്താണ് ഏത് ബോളിവുഡിന്നോ ഹോളിവുഡിന്നോ ഇനി ചന്ദ്രന്നോ ചൊവ്വയെന്നോ ഏത് നടനെ കൊണ്ട് വന്ന് അഭിനയിപ്പിച്ചാലും നമ്മൾക്ക് ഇങ്ങനെ തോന്നും. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചെങ്കിലും തോന്നിയത് പ്രഭാസും ലാലേട്ടനും അവരെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് കൂടുതൽ സ്ക്രീൻ പ്രൈസ് കൊടുക്കാതെ ഒപ്പിച്ചെടുത്ത് ലൈക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഈ ഒരു വേഷത്തിന് അതും മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടന്റെ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം നല്ല അടി ഇങ്ങനെ അജ്ജാതി സാധനമാണ് എടുത്തു വരിക. അപ്പൊ ലാലേട്ടനെ കാണുമ്പോൾ തന്നെ ആ കോലം കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇങ്ങനെ വരും. പിന്നെ 5 മിനിറ്റ് കാണിച്ചു പോയി, ഭംഗിയായിട്ട് ചെയ്തു. ആ കൊടുത്ത സാധനം ഓക്കെ ആയിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പ്രഭാസും അതേപോലെയാണ്. കിലാടി അങ്ങനെ ഒരു ഭാഗത്ത്. പിന്നെ ശരത് കുമാറൊക്കെ ആ ഒരു മറ്റേ നമ്മളെ പഴശ്ശിരാജിലൊക്കെ വന്നപ്പോ എന്തായിരുന്നു ആ ഡബിങ് ഒക്കെ ഒരുമാതിരി. ഇതിലൊക്കെ ഡബിങ് കൂതറ ഡബിങ്ങും ഒരുമാതിരി വെറുപ്പീരൈറ്റം. പിന്നെ 2 പെണ്ണുങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ എന്റെ അമ്മ എന്താ ചെയ്യ ഇപ്പോ. പിന്നെ നായകന്റെ വെറുപ്പീരി എന്റെ പൊന്നെ, ഇവരൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഇവരൊക്കെ ഒരു സൈഡ് വേഷം ചെയ്താൽ പോരെ, ഈ നായകനായിട്ട് തന്നെ വരണോ? എന്റെ വിഷ്ണു മഞ്ജു. ഞാൻ ആലോചിക്കാതൊന്നുമല്ല എത്ര നടന്മാരാണ് ഇപ്പൊ ലെജൻഡ്സ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന പോലെ ലെജൻഡ്സ് ഓഫ് ഇന്ത്യൻ സിനിമയിലും ലാലേട്ടൻ, മോഹൻലാൽ, അതികായകനായ മോഹൻലാൽ, ടോളിവുഡിൽ നിന്ന് നമ്മുടെ റെബൽ സ്റ്റാർ പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ് വന്നു, അക്ഷയ് കുമാർ ബോളിവുഡിൽ നിന്ന് വന്നു. അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നിട്ട് കൂടി ഇത്രയൊരു മെഗാ സിനിമ ആൾക്ക് ആദ്യമായിട്ട് തോന്നുന്നു ഇത്രയും ആൾക്കാർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നത്. എന്നിട്ട് കൂടി ഈ ഒരു സിനിമയുടെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട അടി. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് കണ്ടതിൽ വെച്ച് ഇജാതി ഒരു ഗജേന്ദ്ര ഗുണ്ട് മലങ്കൾട്ട് സാധനം, ശരിക്കും അങ്ങനെ തന്നെ മലങ്കൾട്ട് എന്ന സാധനം അജാതി ഒരു സാധനം. എന്റെ മോനെ ഒന്നും പോരാണ്ട് 3 മണിക്കൂറാണ് കേട്ടോ. 3 മണിക്കൂറാണ് ഇതിന്റെ റൺ ടൈം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിക്കാം. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു മലങ്കൾട്ടാണ്, ഇതൊരു ഗജേന്ദ്ര ഗുണ്ടാണ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാലൊക്കെ കാണുന്ന പോലെ ചിരിച്ച് കുറച്ച് ആളൊക്കെ കൂട്ടിയിട്ട് പോകണം. ഒറ്റക്കൊന്നും പോരുതിട്ടാ. എന്തെങ്കിലും കുടിക്കാനോ തിന്നാനൊക്കെ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടി ഫ്രണ്ട്സൊക്കെ കൂട്ടി ചിരിച്ച് ഓരോ സീൻ വരുമ്പോൾ ഓരോരോ വെറുപ്പിൽ വരുമ്പോൾ ചിരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് മക്കളെ കണ്ണപ്പ. ഇനി ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ഇതും ഒരു ലെവലിൽ കണ്ടിരിക്കാൻ പറ്റുന്ന അല്ല പുരാണമാണ്, മിത്താണ് അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടിരുന്ന് ഓക്കെ ദൈവഭക്തിയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ലാസ്റ്റായിട്ട് ലാലേട്ടനോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ആനേന്റെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ലാലേട്ട എന്തിനാണ് അല്ലേ ഇപ്പൊ നോക്കി ചിരഞ്ജീവിയൊക്കെ വിളിച്ച് ഈ ഐറ്റത്തിന് പോകും. ചിരഞ്ജീവി പോട്ടെ, വേറെ അതിനേക്കാളും താഴെയുള്ള നടന്മാർ വരെ പോയില്ല. ലാലേട്ടന്റെ ശക്തിയും പവറും ലാലേട്ടൻ അറിയാത്തത് കൊണ്ടാണ്. ലാലേട്ടൻ ബന്ധത്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. നോ പറയാൻ ആവാതെ അല്ലെങ്കിൽ നോ പറയാൻ ആവും ആൾക്കറിയില്ല. ബന്ധങ്ങളാണ്. ആ വിഷ്ണു മഞ്ജിന്റെ അച്ഛനോടുള്ള ആ ഒരു ബന്ധം വിളിച്ചു പോയി ഫാമിലി മെമ്പർ പോലെയാണ് നമുക്കെല്ലാം അറിയാം. പക്ഷെ എന്നാലും ഇജാതി അപരാധ പടങ്ങൾക്ക് പോയിട്ട് തലവെച്ച് കൊടുക്കരുത് എന്നുള്ളൊരു താഴ്മയായ അപേക്ഷ മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. കണ്ണപ്പാ.